നമസ്തേ. മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മീനൻ രാശിയിലെ പൂരോരുട്ടാതിയുടെ ലാസ്റ്റവും ഉത്രട്ടാതിയും രേവതിയും കൂടുന്ന നക്ഷത്രങ്ങളാണ്. അപ്പൊ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് സൂര്യൻ കർക്കിടകത്തിലേക്ക് വരിക എന്ന് പറഞ്ഞ 5-ാം ഭാവത്തിലാണ് സൂര്യൻ 5-ൽ നിൽക്കുകയും അവിടെ വ്യാഴം നിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് നല്ല ആചാര്യന്മാരെ കിട്ടുന്നതിനും ഉപാസനാമൂർത്തികളെ കിട്ടുന്നതിനും ഒക്കെ ഏറ്റവും നല്ല സമയം. അതായത് ഉപാസന എടുക്കുന്നവർക്ക് ഇത്തിരി കൂടി പവറായിട്ട് ഈ കർക്കിടക മാസം മുഴുവൻ ആചരണത്തോടു കൂടി ചെയ്ത പെട്ടെന്ന് ആ ഉപാസന മൂർത്തി നമ്മുടെ പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ നിങ്ങൾ വെറുതെ ഇരുന്നാലൊന്നും പറ്റില്ല. അത് ഞാൻ നിങ്ങളുടെ ആചാര്യം പറഞ്ഞു തന്ന പോലെ ചിട്ടയോടുകൂടി വ്രതത്തോടുകൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സഹസ്രനാമം പോലെയുള്ള നാമങ്ങളൊക്കെ കറക്റ്റായിട്ട് 21 ദിവസമൊക്കെ ജപിച്ചു കഴിഞ്ഞാലേ പല മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസത്തിലെ ഇന്ന സമയത്ത് നമുക്ക് 21 ദിവസം നമ്മൾ ഇന്ന കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ എന്തെങ്കിലും ഒരു കാര്യം നടക്കാത്തതുണ്ടെങ്കിൽ നമ്മളതൊന്ന് പറഞ്ഞിട്ട് എനിക്കതൊന്നും നടത്തി തരണേ എന്നും ഒന്ന് പറഞ്ഞിട്ട്, അത് കണ്ണിക്കണ്ടതൊന്നും പറയരുത്. നമുക്കിപ്പോൾ ജോലിയുടെ ഒരു തടസ്സമോ അല്ലെങ്കിൽ കുടുംബത്തിലെ മക്കൾക്ക് എന്തെങ്കിലും നടക്കാത്തൊരു ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആചരണപൂർവ്വം കൃത്യനിഷ്ഠതയോടുകൂടി 21 ദിവസമെങ്കിലും ജപിച്ചു കഴിഞ്ഞാൽ ദേവി അതിനൊരു വഴി കാട്ടിത്തരും. അപ്പൊ അത്രയും നല്ലൊരു സമയമാണ് മീനൻ രാശിക്കാർക്ക്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാ രാശിക്കാർക്കും ചെയ്യാം. പക്ഷെ മീനൻ രാശിക്കാർക്ക് പെട്ടെന്ന് ഫലപ്രാപ്തിയിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഈ ഒരു മാസം വളരെയധികം ശ്രദ്ധിച്ച് ദൈവത്തിലേക്ക് അടുത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഈ നക്ഷത്രത്തിൽ പെടുന്നവരുടെ കുട്ടികൾക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 5-ാം ഭാവല്ലേ, പക്ഷെ അവിടെ വ്യാഴമുണ്ട്. എല്ലാത്തിനും സർവ്വ ഈശ്വരകാരകത്വമുള്ള വ്യാഴം അവിടെ നിങ്ങൾക്ക് തുണയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 7ര ശനിയാണ്. ശനി നമുക്ക് ജന്മത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും വ്യാഴത്തിന്റെയും സൂര്യന്റെയും അനുഗ്രഹം നമുക്ക് നന്നായിട്ട് വരുന്ന ഒരു മാസമാണ്. അപ്പൊ അതിൽ പേടിക്കേണ്ട കാര്യം കർക്കിടക മാസമാണ്. ഇനി എന്തൊക്കെയാണ് രോഗാവസ്ഥയുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തീരെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാത്തവരാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടും. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മാസത്തിൽ ഏറ്റവും നല്ലത് എന്ന് പറയാൻ കാരണം. അപ്പോൾ ശനി ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശിവക്ഷേത്രത്തിൽ പോയാൽ മുന്നിൽ വിളക്ക് വയ്ക്കുക, ധാര കൊടുക്കുക, കരിക്കോണ്ട് ധാര കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ടെൻഷനുകളൊക്കെ കുറയ്ക്കാനായിട്ട് കരിക്കൊണ്ടുള്ള ധാര നമുക്ക് നന്നായിട്ട് ഉപകാരമാണ്. പിന്നെ 5-ാം ഭാവത്തിലാണ്, 5 കർക്കിടക രാശിയാണ്, ചന്ദ്രന്റെ ക്ഷേത്രമാണ്. അപ്പൊ ആ ചന്ദ്രന്റെ ക്ഷേത്രമാകുമ്പോൾ ദേവിക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക കുടുംബക്ഷേത്രത്തിൽ. പിന്നെ ദേവി ഉപാസനയൊക്കെ എടുക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നന്നായിട്ട് അവരുടെ ഉപാസനാമൂർത്തി ദേവത ഏതാണെങ്കിലും അത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാം. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് കർക്കിടക മാസത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ ഏറ്റവും നല്ലൊരു മാസമാണ്. അവർ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേണ്ടപ്പോൾ തോന്നിപ്പിക്കണമെങ്കിൽ വേണം നമുക്ക് ഈശ്വരാധീനം വേണം. അപ്പോൾ ആ ഈശ്വരാധീനത്തിന് വേണ്ടി നമ്മൾ എന്നും വിളക്ക് വെച്ച് നമ്മുടെ വീട്ടിൽ സന്ധ്യ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ധർമ്മദൈവങ്ങൾ കുറേ ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് ഓടിപ്പോവാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ദേവി വന്ന് നമുക്ക് തന്നെ മുന്നോട്ട് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി തരും. അപ്പോൾ ഈ ഒരു മാസം നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മീനൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഫലമാണ് വരുന്നത്.